ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു അച്ചാറായിക്കോട്ടെ. വേണ്ട തണ്ണിമത്തൻ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പം എൻ്റെ ലെനോ വന്നിടന്ന് വിളിക്കണം, എവിടെയോ ഊര് തണ്ടാൻ പോയിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഇടുന്നത് തണ്ണിമത്തൻ അച്ചാറാണ്. അതിനായിട്ട് അതിൻ്റെ തോടൊക്കെ ചെത്തി തോടെല്ലാം ചെത്തി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ബാക്കിയൊക്കെ പിന്നീട് അതിൻ്റെ പൊടികൾ. അപ്പം ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം, ഇത് കട്ട് ചെയ്തെടുക്കാം. അച്ചാറിനുള്ള തണ്ണിമത്തൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. പ്ലേറ്റിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കിയേ, വേണ്ട ഒരുപാട് വലിയ പീസ് വേണ്ട. നമ്മൾ ഈ മാങ്ങയൊക്കെ അച്ചാറിടൂലേ, അതേ കണക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ച് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ലെനോ, എൻ്റെ മക്കളെവിടെ പോയിരുന്നേ? അവൻ ഇന്നലെയും കണ്ട ചോറും കഴിച്ചിട്ട് പോയതാണ് രാത്രിയിൽ. അവൻ ഊര് തണ്ടാൻ പോയിട്ട് ഇങ്ങനെ വരും. ലെനോ ചില സമയത്ത് വിളി കേൾക്കും. ലിയോ ആണെങ്കിൽ ഇപ്പോൾ ഓടിയനെ, ലിയോയാണ് വിളിക്കുകയാണെങ്കിൽ ഓടും. അതുപോലെ ലിയോയുടെ ഒരു സ്വഭാവമുണ്ട്. യവൻ വെളുപ്പാങ്കാലത്ത് വന്ന് കതവിൽ മുട്ടും ലെനോ. അപ്പോഴും ലിയോ പറയും, അവൻ സംസാരിക്കാൻ അറിഞ്ഞൂടല്ലോ, അവനെന്ത് ചെയ്യും, കിടന്ന് വിളിക്കും. എന്തിനാണ് നമ്മൾ കതവ് തുറന്നു കൊടുക്കുക. അതാണ് ലിയോയുടെ ഒരിത്. പാശാൻ കൂട്ടിക്കിടന്ന് ഉറങ്ങണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ സാധാ നാരങ്ങ മാങ്ങയൊക്കെ അച്ചാറിടൂലേ, അതേ കണക്ക് തന്നെ. തൊലി കളയുന്ന മുമ്പ് തന്നെ ഇതിനകത്തുള്ളതെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ സ്പൂണിന് നല്ലതുപോലെ എടുത്ത് കളയും. ഇതിനകത്തിരിക്കണത് കളഞ്ഞതിന് ശേഷം തോട് നല്ലതുപോലെ ചെത്തി ഞാൻ കുറച്ച് വെള്ളത്തിൽ കഴുകി വാരി വെച്ചിരിക്കുന്നു. ഇപ്പം ഇതെല്ലാം കണ്ടിച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പ് തൂറ്റി കൊടുക്കാം. കുറച്ചുകൂടെ വേണം. പൊടിയുപ്പ് ഇട്ടിട്ട് കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടല്ലോ, ഇത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഇരിക്കണം. 1/4 മണിക്കൂർ ഇതിൻ്റെ ഉപ്പും ആ കായത്തിൻ്റെ ഇതും എല്ലാം കൂടെ ഒന്ന് റെഡി ആവട്ടെ. ഉപ്പും കായപ്പൊടിയും എല്ലാം പിടിച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇരുമ്പി ചട്ടിയാണ്, ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കണം, നല്ലെണ്ണ. അപ്പം ഈ നല്ലെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച്
ഇനി അതിലോട്ട് കടുകിടാം. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇത്തിരി തോന ഇട്ട് കൊടുക്കാം. കടുക് ഇത്തിരി തോന ഇടാം. കടുക് പൊട്ടട്ട്. കടുക് പൊട്ടാൻ തുടങ്ങാറായി. കണ്ട ഈ അടുപ്പിൽ നല്ല തീയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. എല്ലാവരും ഇടണം. അതുതന്നെ ഈ തണ്ണിമത്തൻ്റെ ഒന്നും കളയില്ല, ആ തോട് മാത്രം ഇത്തിരി ചെത്തി കളയുള്ളൂ. ബാക്കിയുള്ള അതെല്ലാം എടുക്കും. ഉപയോഗമുള്ളതാണ്, നല്ല ഗുണമുള്ള സാധനമാണ്. ഇതാ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. ലെനോ വന്നിട്ട് എങ്ങോട്ട് പോയാൽ എന്തോ ഇവിടെ വന്നിടന്ന് വിളിച്ചിട്ടിതോ അവിടെ ഒരു ചവിട്ടുകൊത്ത കിടപ്പുണ്ട്, അതിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ലിയോയ്ക്ക് രാവിലെ കാച്ചി വെച്ചിരുന്ന പാലിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ അത് കൊടുത്ത് കുടിക്കണമുണ്ട്. അതിങ്ങനെ കാടുവാരിയായിട്ട് നടക്കുകയാണ്. അങ്ങനത്തെ ഒരു ലെനോ. രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ, ലിയോയും ലെനോയും. രണ്ടുപേരെയും ഒരുമിച്ചാണ് എനിക്ക് കിട്ടിയത്. ലിയോയെ റോഡിൻ്റെ മധ്യത്ത് പാവം വണ്ടി ഇടിച്ച് എന്നേ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യം പോലെ കണ്ട് പാവം കണ്ണു തുറന്നതേ ഉള്ളായിരുന്നു. പിച്ച വെച്ച് നടന്ന് റോഡിൽ കയറിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ലിയോയെ കിട്ടിയത്. പക്ഷെ എന്നിട്ട് വലുതായപ്പോൾ അങ്ങ് വിടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൻ പോവേ ഇല്ല. പിന്നെ വിചാരിച്ച് നമ്മൾ വാടകയ്ക്കാണെങ്കിലും പോകണിടത്ത് കൊണ്ടുപോവാണ്. അങ്ങനെയാണ് നമ്മൾ പോകണിടത്ത് മൊത്തവും അവനെയും കൊണ്ട് പോകുന്നത്. അതിനൊക്കെ അതും മനുഷ്യരെ പോലെ ജീവനുള്ളതല്ലേ, ഭയങ്കര സ്നേഹവും. വെളുത്തുള്ളി ശകലം ചെറുതായിട്ടൊന്ന് കളർ മാറിയപ്പോൾ ഇനി ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി. ഇനി അതിലേക്ക് പച്ചമുളക്. ഇഞ്ചി ഞാൻ ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കണം. അതുപോലെ വെളുത്തുള്ളി, പിന്നെ വലിയ പീസ് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊരു 5-6 വെളുത്തുള്ളി ഇതളുകൾ എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് ചീവി അരിഞ്ഞതാണ്. ഞാൻ ചതയ്ക്കൂല വെളുത്തുള്ളി ഇങ്ങനെ കിടക്കണം. എന്നാൽ നമ്മൾ അച്ചാറെടുത്ത് കഴിക്കുമ്പം അതിലോട്ട് കാണണം. അതുപോലെ കറിവേപ്പില ഇട്ട്, കറിവേപ്പില ഇത്തിരി ഒന്ന് വാടിപ്പോയി, വെയിൽ കൊണ്ടൊക്കെ ഇരിക്കണമല്ലേ. കറിവേപ്പില ഇട്ട് നന്നായൊന്ന് ഇളക്കാം. ലെനോ പോയാൽ മതി. ദൈവം ഉള്ളതുകൊണ്ട് ആരും കതവ് തുറന്നിട്ടിരുന്നാലും വീട്ടിനകത്തോട്ട് ആരും കയറ്റാൻ പറ്റില്ല, കയറി വരില്ല. അയ്യോ മെല്ലെന്നും പറഞ്ഞ് നിൽക്കും. വേറൊരു പൂച്ചയ്ക്കോ ഒരു പട്ടിക്കോ ഇതിനകത്ത് കയറാൻ പറ്റില്ല. പൂച്ചയെന്ന് പറയുമ്പോൾ ഓട്ടിക്കും. പക്ഷെ ലെനോയെ അങ്ങ് അകത്ത് കയറ്റാൻ പറയും. സംസാരിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് അവൻ വിളിച്ച് അറിയിക്കും. ഇനി ഇതിലേക്ക് അരപ്പുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതാ മുളക് പൊടി. മുളക് പൊടി കോരിയിട്ട് വരുന്നില്ല ഇതിൽ. പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരി ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. പക്ഷെ എന്നാലും തീ ഉണ്ട് ഇതിൽ. മുളക് പൊടി
കുറച്ചുകൂടെ വേണം. നല്ല കളർ വേണം. ഭയങ്കര എരിയില്ല കേട്ടോ ഈ മുളക്. മുളക് പൊടിയും ഇട്ട് നന്നായൊന്ന് ഇളക്കാം. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിരിക്കുന്നു. പൊടികളെല്ലാം ഇട്ട് ആ പച്ച ചുവ മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ അത് ഉപ്പ് ചാറും വെള്ളത്തിൻ്റെ അംശം എല്ലാം ഉണ്ടല്ലോ. കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാം. എന്താ മാങ്ങ ഇത് കണക്കിരിക്കുകയാണ്, മാങ്ങ അച്ചാർ പോലെ. എന്താ ഇരുന്ന് പഴവണം. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. നല്ല രസമാണ്. ഇനിയിപ്പോൾ മോള് വന്നിട്ട് കോരി തിന്നത്. ഇപ്പം കുറച്ച് കായപ്പൊടി കൂടെ ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി, പിന്നെ നമ്മളെ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ആ ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇതാ അപ്പം ഈ പുളിപ്പ് കുറവാണ് കേട്ടോ. എന്ത് പുളിപ്പ് കാണില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ശകലം പുളിയെടുത്ത് ഇത്ര പുളി, ഇതായത് കണ്ടല്ലോ, ഇത്ര പുളിയെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എങ്കിലല്ലേ നമ്മളെ മാങ്ങ നാരങ്ങയും പോലെ പുളിപ്പ് കിട്ടുള്ളൂ. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പം ഇതിലെല്ലാം ആയിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിരുന്ന് പഴവണം. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ കഞ്ഞിയൊക്കെ കുടിക്കാനേ ചിക്കുലൻ ചമ്മന്തിയും കൂടെ അരച്ച് ഇതും അങ്ങോട്ട് എടുത്ത് കഞ്ഞി കുടിക്കാനായാലും പഴങ്കഞ്ഞി കുടിക്കാനായാലും എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇന്ന് മിക്കവാറും മോള് വന്നിട്ട് ഇതിങ്ങനെ നടക്ക പോവുക, വേറൊന്നും കഴിക്കൂല. ഇതിങ്ങനെ ഈ അച്ചാറായിട്ട് വാരി തിന്ന് വെള്ളവും കുടിക്കും. പോയി രാവിലെ കോളേജിൽ പോയി, 6 മണിയായപ്പോൾ പോയിന്ന്. LLB ആണ്, 4ാം വർഷമാണ്. +2 കഴിഞ്ഞിട്ട് കയറിയ. 1 വർഷം കൂടെ ഉണ്ട് ക്ലാസ് കഴിയുക. ട്രിവാൻഡ്രത്താണ്, ഗവൺമെൻറ് ലോ കോളേജിൽ. മോന് ഇവിടെ ഉണ്ടായിരുന്നു, ചെന്നൈയിലായിരുന്നു. അവന് ജോലിയുണ്ട്, അവന് എൻജിനീയറാണ്. പിന്നെ ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ കോയമ്പത്തൂരോട്ട് മാറി. ഇപ്പോൾ 1 മാസം ഉണ്ടായിരുന്നു, 2 ദിവസം മുമ്പാണ് പോയത്. ഇപ്പോൾ കോയമ്പത്തൂരാണ്, അവിടെ ഹോസ്റ്റലിൽ. അവൻ CETയിലാണ് പഠിച്ചത്, എൻജിനീയറിങ്, ട്രിവാൻഡ്രം. ശ്രീകാര്യത്താണ് CET കോളേജ്, ശ്രീകാര്യത്തിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂടാറിയിട്ട് ഒഴിക്കും. ചിലർ ചൂടോടെ ഒഴിക്കും, ചൂടോടെ ഒഴിക്കരുത്, ചൂടാറിയതിന് ശേഷം ഒഴിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഇരിക്കും അച്ചാർ. കണ്ട മാങ്ങയെന്ന് പറഞ്ഞ് തിന്നും. ഇപ്പോൾ ഒരാൾ ഞാൻ ഓടി വന്നു, മോള്. കണ്ട മാങ്ങ അച്ചാർ പോലെ തന്നെ കണ്ട. നന്നായി ഇളക്കി. ഇപ്പോൾ ഉപ്പും എല്ലാം നമുക്കിട്ട് ഉപ്പുണ്ട്, ഉപ്പുമുണ്ട്, ചെറിയൊരു പുളിപ്പുമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസം ഇരുന്ന് പഴവുമ്പോൾ ഉണ്ടല്ലോ, ഒരു ടിന്നിലോട്ട് ഇട്ട് വയ്ക്കും. എന്തോ ഒരു ടേസ്റ്റ് എന്നറിയാം.
അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. തണ്ണിമത്തൻ വാങ്ങിച്ചാൽ അതിൻ്റെ അകത്തിരിക്കുന്നതെടുത്ത് കഴിച്ചിട്ട് തോടെടുത്ത് കളയരുത്. നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാമെന്നറിയാം. തണ്ണിമത്തൻ വെച്ചിട്ട്, ചക്ക വെച്ചിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ. ഇപ്പോൾ പ്ലാവിൻ്റെ ഇല പോലും കളയൂലല്ലോ, അതുപോലെ തന്നെ ഇത്. ഇതിൻ്റെ തോട് മാത്രം ശകലം ഒന്ന് ചെത്തിക്കളയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്തോ ഒരു ടേസ്റ്റ് എന്നറിയാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാം കയറി കാണണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.